നമ്മൾ ബാക്ക് ടു സ്കൂൾ ഡെസ്ക് മേക്ക് ഓവർ ആണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസ് നമ്മൾ DIY ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ബോക്സിലാണ് കേട്ടോ ഞാൻ ഫുള്ളും വെച്ചേക്കുന്നത്. ഇതെന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് സാധനം നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരാം. ഉടനെ തന്നെ ഒരു ഡെസ്ക് മേക്ക് ഓവറായിട്ട് വരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈസാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ടൂലിപ്പ് ഫ്ലവേഴ്സ് കാണാമല്ലോ. അത് നമ്മൾ DIY ആയിട്ട് ഉണ്ടാക്കിയത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ അത് കാണിക്കാം. ടൂലിപ്പ് ഫ്ലവേഴ്സ് അതും ടിഷ്യൂ പേപ്പേഴ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും പോയി കാണണേ. ശേഷം ഒരു പൗച്ച് 2 ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഓൺലൈനിലല്ല, ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് രണ്ടും എനിക്കിഷ്ടപ്പെട്ടു. കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ ഒരു പിങ്ക് കളറാണ്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ പൊട്ടിച്ചു അതിനകത്ത് വെച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സിമ്പിളായിട്ട് വാൾ പോസ്റ്റേഴ്സ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ബുക്കിൻ്റെ ചട്ട എടുക്കുക, 3-6 പീസായിട്ട് കട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ഞാനിത് സ്കെച്ച് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് വരച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ബുക്കാണ്, നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രാൻസ്പാരൻറ്റ് സ്റ്റിക്കി നോട്ട്സ് ആണ്. ഇതും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഒരു A4 ഷീറ്റ് എടുക്കുക, അതിൽ ഓയിൽ അപ്ലൈ ചെയ്യുക, ഡ്രൈ ആക്കുക, ഇതൊന്ന് സ്റ്റിക്കി നോട്ട്സിൻ്റെ രൂപത്തിലാക്കി എടുക്കുക. ഇത് നമ്മൾ മെമ്മോ പാഡ് ഉണ്ടാക്കിയതാണ്, സിമ്പിളായിട്ട്. പിന്നെ സ്റ്റിക്കി നോട്ട്സ്, ഇത് സാധാ സ്റ്റിക്കി നോട്ട്സ് കുറേ ഉണ്ടാക്കി ബൾക്കായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ DIY ആയിട്ട് ചെയ്തൊരു പൗച്ചാണ്. ഇതിനകത്ത് 5 റൈസറും 2 ഷാർപ്പനറും ആണ് കേട്ടോ ഉള്ളത്. ഷോപ്പിൽ വാങ്ങിച്ചതാണ്. പൗച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു കാർബണിൻ്റെ കഷ്ണം ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ ഉണ്ടാക്കിയ കവായ് പെൻസാണ്. ഇത് നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്, ക്യൂട്ടാണ്, സിമ്പിളാണ്, ക്യൂട്ടാണ്, വർക്കിങ്ങും ആണ്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. പിന്നെ നമ്മൾ കടയിൽ നിന്ന് കുറച്ച് പെന്നും പെൻസിലും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ DIY ആയിട്ട് ചെയ്ത സ്കെയിലാണ്. ഇതൊന്ന് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയില്ലായിരുന്നു, അതാണ് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇതൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മളൊരു ഡെയിലി പ്ലാനർ, പഴയ ബുക്ക് എടുത്ത് അതിന് കവർ പേജ് ഡിസൈൻ ചെയ്തതാണ്. ഡെയിലി പ്ലാനറായിട്ട്, മന്ത്ലി പ്ലാനർ, സ്റ്റഡി പ്ലാനറായിട്ടൊക്കെ ഉപയോഗിക്കാൻ. പിന്നെ ഇത് നമ്മൾ റഫായിട്ട് ഉപയോഗിക്കാനായിട്ട് വീട്ടിൽ. അപ്പോൾ ഇത് 2 ഉണ്ട്. എനിക്കിത് രണ്ടും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട, ലൈക്ക് ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ബുക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയൊരു ബുക്ക് സ്റ്റാൻഡാണ്. അത് സിമ്പിളാണ്. നമ്മൾ ഓർഡറൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡില്ലേ, അതൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കാം. അത് വെച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. സിമ്പിളായിരുന്നു, അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയൊരു എസ്തറ്റിക് ട്രെൻഡിങ് ആയിട്ടുള്ളതായിരുന്നു അല്ലേ. അത് നമ്മൾ കേക്ക് ബോർഡ് വെച്ചാണ് ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്തത്, അത് നമ്മൾ വാൾ ഹാങ്ങിങ് ഉണ്ടാക്കിയതാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടാൽ മതി കേട്ടോ. സിമ്പിളാണ്, ഐസ്ക്രീം സ്റ്റിക്കും പെയിൻറ്റും മാത്രം മതി. ഇത് നമുക്ക് പെൻ ഹോൾഡറാണ്, ടൂലിപ്പ് ഫ്ലവേഴ്സ് തീമിലാണ് ചെയ്തത്. ഇതും ട്രെൻഡിങ് ആയിരുന്നു, ഞാനിപ്പോഴാണ് ട്രൈ ചെയ്ത് നോക്കിയത്. ഇത് നമ്മുടെ വന്നിട്ട് വാൾ ഗ്രിഡ് പേപ്പർ സ്ട്രോ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് സ്റ്റിക്കി നോട്ട് വയ്ക്കാനൊരു വാൾ ഗ്രിഡ് പോലെ. ഇത് നമ്മൾ മാൽക്കിസ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അത് വെച്ചിട്ട് ചെയ്തതാണ്. നമുക്ക് ടു ഡു ലിസ്റ്റൊക്കെ എഴുതാൻ പറ്റിയത്, അതൊന്നൊന്ന് ഉണ്ടാക്കി നോക്കി. ഇത് നമ്മൾക്കൊരു ഹോൾഡർ ഉണ്ടാക്കിയതാണ്, എന്ത് വേണമെങ്കിലും വെക്കാൻ. ഇതൊരു സ്കുഷി പോലത്തെ ബ്രെഡ്, ഇതൊരു ഫ്രൈം ഉണ്ടാക്കി. പിന്നെ ഇതേപോലെ ഒരു ഹോൾഡറും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സിമ്പിളാണ്. ഇതൊന്നും